ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മൾ എവിടെ പോകുന്ന വെച്ചാൽ അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ ഇന്ന് തുണി എടുക്കണം ഗൈസ്. പിന്നെ ഇവിടെ കുറച്ച് പർച്ചേസ് ചെയ്യണം. തുണി എടുക്കണം, മുടി വെട്ടണം, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ നമുക്ക് പോണ വഴിക്കൊക്കെ അത്ര കാണാം. അപ്പോൾ ഇനിയൊരു കൂട്ടുകാരനുണ്ട്, അവൻ വരണില്ല ഇതുവരെ. വിളിച്ചിട്ടും കരഞ്ഞോണ്ടിരിക്കുന്നു, പറഞ്ഞു. പക്ഷെ ബൈക്കില്ല അവൻ്റെ അടുത്ത്. അപ്പൊ കാണാം, പോണ വഴിക്കൊക്കെ കാണാം ഗൈസ്. നമ്മുടെ ലുലു ആണ് പോണ. തുണി എടുക്കണം, മുടി വെട്ടണം, പറഞ്ഞ വഴിയിൽ മുടി വെട്ടണം. അപ്പൊ നമുക്ക് പോണ വഴിയൊക്കെ കാണാം. അപ്പൊ ഞാൻ നീരജ് പോകുന്നുണ്ട്. ക്യാമറ നോക്കാത്തത് ആൾക്കാർ നോക്കത്തത് ഗൈസ്. അപ്പൊ കാണാം. പെട്രോൾ അടിക്കാൻ കയറി, അടച്ചു. 150 രൂപ അടച്ചു. 2 കട്ടയെ കയറിയുള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് ഭയങ്കര വെയിൽ ഗൈസ്. അപ്പോ എങ്ങനെ പോവും? ഭയങ്കര വെയിൽ. അടുത്ത വേറെ 2 കട്ട തന്നെ ഗൈസ് കയറിയ. നമ്മള് റൈഡിന് പോകണം. റൈഡ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് എന്തായാലും ഇടണം. ഈ സേഫ് ഗൈസ്. നമ്മൾ സേഫ് റൈഡ് എടുക്കണം എപ്പോഴും ഗൈസ്. ആ ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പോകാം. ഓക്കെ ഗൈസ്, ചെറുക്കൻ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ ഗൈസ് എല്ലാം പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പോകുന്നു റോഡിലൊക്കെ ഒന്ന് തിരക്കാണ് ഗൈസ്. ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡ് നോക്കി കയറണം. ഇല്ലെങ്കിൽ ഞാനെയും കൊണ്ട് ഇറക്കമ്മ കയറ്റി. വണ്ടി 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 നേരെ വിട്ടാ സുഖമാണ്. ലുലു മാൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ എന്നെ പാർക്കിംഗ് ചെയ്തത്. അപ്പൊ എന്റെ ഡ്രൈവിംഗ് എങ്ങനെ കണ്ടല്ല ഗൈസ്, ഒട്ടും കൊള്ളില്ല. കണ്ട ഗൈസ്, സൂപ്പർ അടിപൊളിയാണ്. ഇരുന്നിരുന്ന് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി പോയി തുണി എടുക്കാം. സ്റ്റുഡിയോയിൽ പോമാ, ഇതിൽ പോ. ബഡ്ജറ്റ് അപ്പൊ കാണാം. നമ്മള് ലുലു മാൾ എത്തിയിട്ടുണ്ട്. ബ്രോ പറ, ഇവിടെ എല്ലാം കറക്റ്റാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ സ്റ്റുഡിയോയിൽ പോകാം ഗൈസ്. ഹൈപ്പർ അതായിരിക്കണം. ഹൈപ്പറിൽ പിന്നെ പോകാം. ഈ 4 പറഞ്ഞ് 15+ ടൈം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ സ്റ്റുഡിയോ ഇവിടെ കേട്ടപ്പോൾ അവനറിഞ്ഞൂടാ. പെണ്ണുങ്ങൾ ഒന്നുമില്ല ഗൈസ്. നമ്മള് എനിക്ക് തുണി എടുക്കണം. ഇവ എന്തിനാണ് കോളേജ് കെട്ടിച്ചാണ് എവിടെ എക്സ്കലേറ്റർ കയറിയിട്ടുണ്ട് ഗൈസ്. സ്റ്റുഡിയോ എവിടെ ഇരിക്കുന്നത് കണ്ടുപിടിക്കില്ല. എപ്പോഴും മുളകാണ് നമുക്ക് കാണാം. എക്സ്കലേറ്റർ വന്നപ്പോൾ അവന് നാണക പബ്ലിക്കിൽ നമുക്ക് ഒരു നാണയം കയറി. പബ്ലിക്കിൽ കയറിയാത്ത ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവന് ഭയങ്കര നാണം. കള്ളൻ ഗൈസ്. നീ എന്തെങ്കിലും കോളേജിൽ പോകത്തെ പറ ഗൈസ്. എനിക്കൊരു നാണമില്ല. ഞാൻ നമ്മൾ വ്ളോഗറാണെങ്കിൽ എടുക്കുന്നത്. അപ്പൊ എല്ലാരും കയ്യില് 13 Pro Max, 15, 16 Pro Max ആണ്. നമ്മൾ മാത്രമേ iPhone 15 ബേസ് മോഡൽ. നമുക്ക് ഇതൊക്കെ മതി ഗൈസ്. ഒരു വ്ളോഗ് എടുത്ത് നമ്മൾ വേലാകുമ്പോൾ ലേഡീസ് വേർഷൻ. അപ്പൊ നമ്മൾ സ്റ്റുഡിയോ അതായിരിക്കണം ഗൈസ്. കണ്ടോ കണ്ട സ്റ്റുഡിയോ കണ്ടോ? സ്റ്റുഡിയോ കണ്ടോ? സ്റ്റുഡിയോ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോ വേറെ കണ്ടപ്പോ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊരു ഡൗട്ട് ഗൈസ്, ഇവിടെ നമുക്ക് എടുക്കാം. പക്ഷെ മേലെ വരെ ഒരു കണ്ണാടി കൊണ്ട് വെച്ചിരിക്കുന്നത്. അവിടെ ആരും കൊണ്ട് കാണാം. അപ്പൊ നമുക്ക് കാണാം. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് ഗൈസ്. എന്താ പറയില്ല, ഇതൊക്കെ നീരജിന്റെ കളക്ഷൻസാണ്. നീരജിനാണ് എൻ്റെ ഉള്ളത്. പ്രണവിന്റെ ലവർ. എനിക്ക് ലവറില്ല ഗൈസ്. ഐ ആം സിംഗിൾ. നീരജിന്റെ 32 ഗൈസ്. എന്നെ ചതിച്ചു സ്റ്റുഡിയോ. എവിടെ 34 നീ കണ്ടത്? 199. 499 പൊട്ട.
199 ഓഫർ എന്ന് പറയൂല എന്ന് എനിക്കറിയൂടാ. ഗൈസ് 34 ഇടയിലുണ്ട് ഗൈസ്. ഇവന് നോക്കാറുണ്ട് ഗൈസ്. 34 ഉണ്ട് ഗൈസ്. 34 ഗൈസ്. 34 ഉണ്ട് ഗൈസ്. ഇവനെ നോക്കാൻ അറിഞ്ഞൂടാ. ഈ ചെറുക്കനെ കൊണ്ട് ഗൈസ് വില കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. 600 റുപ്പീസ് ഗൈസ്. വില എത്ര നോക്കുക? റേറ്റ് നോക്കുക ഗൈസ്. റേറ്റ് 600 റുപ്പീസ്. വർത്ത്. നിങ്ങൾ കമന്റിൽ പറയാം ഗൈസ് വർത്താണ്. ഇവന് വർത്തൊന്ന് ഗൈസ്. ഔട്ട്ഫിറ്റ് ചെക്കാണ്. എടാ മതി ഇത്ര തേടിയിട്ട് എന്തോ ഒന്ന് കിട്ടി, നമുക്ക് നോക്കാം. ഇത് അളവ് നോക്കിയാണോ? ചെക്ക് അങ്ങ് പോണം. അങ്ങ് പോണം. അതറിയാം ഗൈസ്. ചെക്കൻ റെയിൽവേ എക്സാം എഴുതി പോയി. സാധാരണ ഇനിയും ചോദിക്കാം. ഡേയ് ഇന്ന് റെയിൽവേ എക്സാം എഴുതാൻ പോയാ? എങ്ങനെയുണ്ടായിരുന്നു എക്സാമിന്റെ കുറിച്ച്? എങ്ങനെ പ്രിപ്പറേഷൻസും പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ പോയ വർഷം 24 അപ്ലൈ ചെയ്തൊക്കെ ഇത് വന്നത് പോയ മാസം എന്താണ് എക്സാമിന്. അപ്പൊ നമുക്ക് എഴുതി ജനറൽ ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ് ഉണ്ടായിരുന്നു. മാത്സ് കിങ് അല്ലേ നീ? കോളേജിൽ 2 ഏരിയ എടുത്താൽ 2+3 എനിക്ക് അറിഞ്ഞൂടാ. അടുത്ത് കറക്കി ചെക്ക് നല്ല തള്ളനൊക്കെ തുടങ്ങി. നമുക്ക് ഇട്ട് നോക്കാം. ഓടിപ്പോ ഗൈസ്. ഒരു പാന്റ് എടുത്ത 1/2 മണിക്കൂർ ഇതൊരു കിട്ടുമോ ഗൈസ്? അപ്പൊ നാളെ ഒരു കല്യാണം ഉണ്ട്, അതിനാണ് പാന്റ് എടുക്കാൻ വന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ആണ്, ഡിസൈൻ ഒന്നുമില്ല, കുറച്ച് ബാഗി ടൈപ്പാണ്, നല്ല കംഫർട്ടാണ് ഗൈസ്. സബ്സ്ക്രൈബ് ഗൈസ്, സബ്സ്ക്രൈബ്. ഹലോ, അപ്പോൾ നമ്മളെ പാൻ്റ് എടുത്തു. ഇനി ഉടുപ്പിൻ്റെ സെക്ഷൻ പോകണം. ഇതിന് ഒരു വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളറിൽ എടുക്കണം ഗൈസ്. ക്രീം കളർ എന്ന് പറയുമ്പോൾ ഒരു ശേഷം എടുക്കണം. പിന്നെ ഈരച്ചാൻ്റെ വീട്ടിൽ വിളിക്കണം. ഇതെടുക്കണില്ല, വിളിച്ചോണ്ടിരിക്കണോ? സീന് ഇത് ചേരുമാടി. അതെ, കളയിരിക്കരുത്. അവൻ കള്ളം പറയരുത് ഗൈസ്. വീട്ടിൽ വിളിച്ച് അങ്ങനെ പ്രശ്നമില്ല, വരരുത്, അങ്ങനൊന്നുമില്ല. തള്ളി വീട്ടിൽ വിളിച്ച് കള്ളം പറയും. കാരോടാ കൊലച്ചു ഇപ്പം തരും ലുലുള്ള ആള്. യൂസഫ് അലിയാണ് ഇപ്പം തരും നമുക്ക്. യൂസഫ് അലി ആര്? എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ മറ്റേ റോഡിട്ട ആള് ഗൈസ്. യൂസഫ് അലിയാണ് നമ്മുടെ ലുലുവിന്റെ ഓണർ. എനിക്ക് എവിടെ പുതിയ ആളാന്ന് ചോദിക്കും. എന്തിനാളോ? എനിക്ക് ഇത് യൂസഫ് അലി ആര്? എത്ര വയസ്സായി? പൈസ ഉണ്ട്, 60 ചില്ലറ ഉണ്ട്. ചില്ലറ ഒന്നുമില്ല. ദുബായിൽ എത്ര മാസം വന്ന സ്ഥലത്ത് തിരിച്ചും വരണ ഗൈസ്. ഇവൻ പെണ്ണുങ്ങൾ സെക്ഷൻ മാത്രം തന്നെ പോണം. ഒന്നും കേട്ടില്ല, അത് കറക്റ്റ് ആണോ? ഇതിന് മാച്ച് ആയിട്ട് വെള്ളം കൊടുപ്പൊന്നും ഉണ്ടായില്ല. അപ്പൊ നമുക്ക് ഇത് ബില്ലിട്ടിട്ട് എല്ലാം ഉണ്ട്. ഇവന് എടുക്കാറുണ്ട് ഡ്രസ്സിംഗ് സെൻസ്. എല്ലാം ബനിയൻ മെറ്റീരിയൽ. കല്യാണത്തിന് ബനിയൻ ഇടാൻ പറ്റുന്ന ഗൈസ്. റിസപ്ഷൻ ആണെങ്കിൽ പിന്നെ ഓക്കെ. ഈ ഇവന്റെ കൊച്ചു വരണം ഗൈസ്. അവൻ ഇതേ ഫോട്ടോ എടുക്കണമെന്ന് അവൻ ഇതേപോലെ ഫോട്ടോ എടുക്കണമെന്ന്. അപ്പൊ നമുക്ക് എങ്ങനെ വരുമെന്ന് കാണാം. നമ്മളെ മാക്സിന് ഉടുപ്പ് വാങ്ങിച്ചു, പാൻറ് വാങ്ങിച്ചു. അപ്പൊ നമുക്ക് അതൊക്കെ ഇനി ഇറങ്ങാം. വിശക്കണു. ചില ഇവനാണ് 2 മണി കഴിഞ്ഞ്. ഇനി എവിടെ ചോറ് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ പതുക്കെ അങ്ങനെ എസ്കലേറ്ററിൽ പോകുന്നു ഗൈസ്. ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഇവനെ ഞാൻ ഫോട്ടോ എടുത്ത് വെക്കും, അവനെ ഫുഡ് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ഫുഡാണ് മെയിൻ ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ തുണി എടുത്ത് തീർന്നു. അപ്പോൾ നമ്മൾ ലുലു വിട്ട് പോകുന്നെങ്കിൽ മുടി വെട്ടണം. അത് വൈകിട്ടായിരിക്കാം. അപ്പോൾ നമുക്ക് കാണാം. വേറെ ഭയങ്കര വിശപ്പ്. സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് മൈൻഡ് വർക്കാണുള്ള ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് കാണാം. ലവ് യു ഗൈസ്. വിശക്കണം എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി. ഇപ്പോൾ നമുക്ക് പോയി കഴിക്കാം. അതിൻ്റെ കൈ കഴുകണം. മുപ്പടാവുന്നു ഗൈസ്. വാശിയുടെ പോലെ 10 മിനിറ്റ് നടക്കുന്നു. ടയർഡായി ഗൈസ്. അപ്പോൾ കാണാം ഗൈസ്. നമ്മൾ
ലുലു പോയിട്ട് ഒരു 6:30 ആയപ്പോ നല്ലടി. എന്നിട്ട് ഒരേ ടയർഡ് ഗൈസ്, കിടന്നുറങ്ങി. പിന്നെ ഇതാ മുടി വെട്ടണം വന്നു ഗൈസ്. മുടി വെട്ടാൻ വന്നു, പൊട്ടാൻ പൈസ എടുത്തില്ല ഗൈസ്. ഗൈസ് എടുക്കാത്ത ഇവനാണ് പൈസ. രാവിലെ വരുമ്പോ കൊടുത്ത് 200 രൂപ കയ്യിൽ കൊടുത്തു. നമ്മൾ മുടി വെട്ടാൻ വന്നു. അപ്പൊ ചിക്കൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല കൂട്ടം കഴിച്ചു, അകത്ത് നിറയെ വരിയിരിക്കുന്നു. അപ്പൊ എന്തിനാണ് പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് വേറെ എവിടെയും പോകാം. ഐ ഡോണ്ട് നോ ബ്രോ. നിനക്ക് അറിയാലോ കട എവിടെ പറ നീ കുറെ കടയുണ്ട്, പക്ഷെ നിനക്ക് എന്നെ വെട്ടണ രീതി എനിക്കറിയാം. ഗൈസ്. ചെരിപ്പാലൂർ ഒരു കട ഉണ്ട്, നല്ല കട തന്നെ, വടക്കന്മാർ തന്നെ, പക്ഷെ കുഴപ്പമില്ല. അപ്പൊ എവിടെ പോണ്ടേ? കയ്യില് പൈസ എടുത്തില്ലേ ഗൈസ്. എന്തോ ഇങ്ങനെ നീ പറ, വീട് നാണിക്കുന്നുണ്ട് ഇപ്പൊ. ഗൈസ് അപ്പൊ ലുലു വന്നിട്ട് ലുലു വന്നിട്ട് ഞാൻ ഉറങ്ങി ഗൈസ്. മുടി വെട്ടാൻ വന്നപ്പോ ഭയങ്കര ട്രാഫിക് ഗൈസ്. അപ്പൊ നമ്മളെ മുടി കട എവിടെയാണ് ഇരിക്കുന്നത്? യൂണിക് പ്രണവ് യൂട്യൂബർ മുടി വെട്ടണം ഗൈസ്. അപ്പം ഗേൾസിനെ പോലെ കൊമ്പ് കെട്ടി കാണിച്ചു തരാം ഗൈസ്. ലുക്കായിട്ടുണ്ട് ഗൈസ്. ഹെയർ കട്ട് ചെയ്തു. എന്താണെന്നടാ അതും ചെയ്തു. അപ്പൊ ഗൈസ് ടാറ്റ. അപ്പോൾ ഇതുപോലെ ഇനിയും കണ്ടന്റ് വീഡിയോസ് ഒക്കെ വരണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്രണവ് വ്ളോഗ്സ് ആൻഡ് ഷെയർ ലൈക്ക്. സബ്സ്ക്രൈബ്. ഓക്കെ. അപ്പോൾ നമ്മളെ ബുള്ളറ്റിലാണ് നമ്മൾ മൊത്തം യാത്ര. ഈ മുഖം വെച്ച് അപ്പോൾ നമ്മള് ടയർഡ്, ரொம்ப ടയർഡ്. അപ്പോൾ ഇന്ന് മൊത്തം ഇതിനെ വേണം ഗൈസ് കറക്കാം. എങ്ങനെ ആവണമെന്ന് വീഡിയോ ഇന്നത്തെ ദിവസം പോയി ഗൈസ്. ഗൈസ് അതിനുമുമ്പ് ഒരാളെ ഞാൻ കാണിച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ. അപ്പോൾ ഗൈസ് ടാറ്റാ ബൈ ബൈ.